വിശദമായി നോക്കാം. അശാന്തി അകലാതെ അഫ്ഗാൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സേനാ പിന്മാറ്റത്തെ ന്യായീകരിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. സേനയെ പിൻവലിച്ച തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ബൈഡൻ പറഞ്ഞു. അഫ്ഗാനിലെ സാഹചര്യം നിരാശാജനകമാണ്. അഫ്ഗാൻ പോരാടാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇടപെടാനില്ല. അമേരിക്കയ്ക്കെതിരായ ഭീകരാക്രമണം തടയാനാണ് അഫ്ഗാനിൽ സേനയെ വിന്യസിച്ചത്. രാഷ്ട്രനിർമ്മാണം ലക്ഷ്യമായിരുന്നില്ലെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ബൈഡൻ പറഞ്ഞു. But if Afghanistan is unable to mount any real resistance to the Taliban now, there is no chance that 1 year, 1 more year, 5 more years, or 20 more years, the U.S. military boots on the ground would have made any difference. How many more generations of America's daughters and sons would you have me send to fight Afghanistan's civil war when Afghan troops will not? How many more lives, American lives, is it worth? How many endless rows of headstones at Arlington National Cemetery? I'm clear on my answer. I will not repeat the mistakes we've made in the past. We will continue to support the Afghan people. We will lead with our diplomacy, our international influence, and our humanitarian aid. We'll continue to push for regional diplomacy and engagement to prevent violence and instability. Serve our country in Afghanistan. This is deeply, deeply personal. അഫ്ഗാനിൽ നിന്ന് കൂട്ടപലായനം തുടരുകയാണ്. വിഷയം ചർച്ച ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ ഇന്ന് യോഗം ചേരും. ഗ്രീഷ്മ എസ് നായർ ചേരുകയാണ് വിവരങ്ങളുമായി. ഗ്രീഷ്മ, അഫ്ഗാനിൽ നിന്നുള്ള സേനാ പിന്മാറ്റത്തെ എങ്ങനെയാണ് ബൈഡൻ ന്യായീകരിക്കുന്നത്? ദിവ്യ, ഇത് ട്രംപിന്റെ കാലത്തുണ്ടായിരുന്ന തീരുമാനമായിരുന്നു എങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള സേനാ പിന്മാറ്റത്തെ ലോകരാഷ്ട്രങ്ങളടക്കം വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിശദീകരണവുമായി അല്ലെങ്കിൽ ന്യായീകരണവുമായി ബൈഡൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. സേനാ പിന്മാറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നു. അഫ്ഗാനിസ്ഥാൻ പോരാടാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ നിലവിൽ അവിടെ തുടരുന്നതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഇനി താല്പര്യമില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ബൈഡൻ. ഒപ്പം ഒരു രാഷ്ട്ര നിർമ്മാണമോ ജനാധിപത്യം പുനഃസ്ഥാപിക്കലോ ജനാധിപത്യം ഉണ്ടാക്കലോ ഒന്നുമായിരുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ദൗത്യം. പകരം അമേരിക്കൻ മണ്ണിലേക്കുള്ള ഭീകരാക്രമണം തടയൽ തന്നെയായിരുന്നു ആ ലക്ഷ്യമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ബൈഡൻ. മാത്രമല്ല, ഇനിയും എത്ര കാലം അമേരിക്കയ്ക്ക് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് സ്വന്തം പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് എത്ര കാലം അഫ്ഗാനിസ്ഥാനിൽ തുടരാൻ കഴിയും? ആ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും വളർച്ച ഉറപ്പാക്കേണ്ടതും അവിടുത്തെ ഭരണകൂടത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഈ ഘട്ടത്തിൽ ബൈഡൻ നൽകുന്നത്. ഈ ഒരു സമയത്ത് ഇനി അവിടെ തുടരാനാകില്ല എന്ന് മുമ്പേ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു സേനാ പിന്മാറ്റത്തെയാണ് ഇപ്പോൾ എല്ലാവരും വിമർശിക്കുന്നത്. നേരത്തെ ഓഗസ്റ്റ് 31 മുമ്പ് സേനാ പിന്മാറ്റം പൂർണ്ണമാക്കുമെന്നായിരുന്നു അമേരിക്ക വ്യക്തമാക്കിയിരുന്നത്. എങ്കിൽ പോലും പറഞ്ഞതിന് വളരെ നേരത്തെ മുമ്പ് തന്നെ സേനാ പിന്മാറ്റം ഉണ്ടായി. ഇത് തന്നെയാണ് അഫ്ഗാന്റെ പെട്ടെന്നുണ്ടായ പതനത്തിന് കാരണമെന്നായിരുന്നു പൊതുവിലുണ്ടായ വിമർശനം. എന്നാൽ അഫ്ഗാൻ സേന ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിന് തയ്യാറായിരുന്നില്ല. അവിടുത്തെ നേതാക്കൾ ഒരിക്കൽ പോലും ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതിരോധം തീർക്കാനോ തയ്യാറായിരുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വയ്ക്കുന്നു. ഇത് അഫ്ഗാനിസ്ഥാനും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുമാണ്. അതിൽ മറ്റൊരു രാജ്യമായ അമേരിക്കയ്ക്ക് ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക നൽകിയിരുന്നു എന്നും ബൈഡൻ പറയുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ കൂട്ടപലായനം തുടരുകയാണ്. പക്ഷേ ജോ ബൈഡൻ ഒരു മുന്നറിയിപ്പ് കൂടി താലിബാന് നൽകുന്നുണ്ട്. ഇനി അവിടെയുള്ള അമേരിക്കൻ പൗരന്മാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് താലിബാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിൽ ഇന്നലെ നമ്മൾ കണ്ടു, വിമാനത്താവളങ്ങളിലേക്ക് ജനങ്ങൾ കുതിച്ചെത്തുകയാണ്. തിക്കും തിരക്കും, അതിൽ ചിലർ മരണപ്പെടുന്ന അവസ്ഥ. എന്താണ് നിലവിൽ അവിടെയുള്ള സ്ഥിതി? ഒരു ഘട്ടത്തിൽ വിമാനത്താവളം അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ നിലവിൽ US സൈന്യത്തിന്റെ സുരക്ഷയിൽ വിമാനത്താവളം തുറന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, അമേരിക്കയിൽ നിന്നുള്ള, ബ്രിട്ടനിൽ നിന്നുള്ള വിമാനങ്ങളൊക്കെ തന്നെ സ്വന്തം പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അമേരിക്ക കൂടുതൽ സേനയെ വിന്യസിച്ചു. 1000 പേരെ അധികം വിന്യസിച്ചിട്ടുണ്ട് സ്വന്തം പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി. ഒപ്പം ബ്രിട്ടനും 600-ലേറെ പേരെ കൂടി കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ അമേരിക്ക 3000-ഉം ബ്രിട്ടൻ 600-ലേറെ സൈന്യത്തെയും വിന്യസിച്ചിരുന്നു. സ്വന്തം പൗരന്മാരെ രക്ഷിക്കുന്ന
മാറ്റുന്നതിന് വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയൊരു ജനപ്രവാഹമാണ് വിമാനത്താവളത്തിലേക്ക്. താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതോടെ, ഭരണം ഏറ്റെടുത്തതോടെ ആശങ്കാകുലരായ ജനങ്ങൾ വിമാനത്താവളത്തിലേക്ക് ഒഴുകുകയാണ്. വിമാനത്തിന്റെ ചിറകിലെങ്കിലും കയറി രക്ഷപ്പെടാനാകുമോ എന്ന് ശ്രമിക്കുന്നവരെ നാം കണ്ടു, അപകടത്തിൽപ്പെടുന്നവരെ നാം കണ്ടു. ഈ ഒരു രീതിക്ക് ഇപ്പോഴും മാറ്റമില്ല. പക്ഷേ സ്വന്തം പൗരന്മാരെ മാത്രവും ഒപ്പം തീരെ നിവൃത്തിയില്ലാത്ത അഫ്ഗാൻ പൗരന്മാരെയും രക്ഷിക്കുമെന്നൊരു വാഗ്ദാനം ഇപ്പോൾ അമേരിക്ക നൽകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും അമേരിക്ക ചെയ്ത ഒരു വഞ്ചനയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല. കാരണം ഈ 20 വർഷവും പ്രാദേശികമായി അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള സഹായം അഫ്ഗാൻ ജനങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഈ കരാർ ഒപ്പിടുമ്പോൾ അഫ്ഗാൻ ജനങ്ങൾക്ക് അമേരിക്ക നൽകിയ വാഗ്ദാനം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താലിബാൻ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സഹായം നൽകി എല്ലാവരെയും രക്ഷിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തം പൗരന്മാരെ മാത്രം രക്ഷിക്കുന്നതിലാണ് അമേരിക്കയുടെ ശ്രദ്ധ. ഗ്രീഷ്മ എസ് നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. അഫ്ഗാൻ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ ഇന്ത്യ. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും താലിബാനെ പിന്തുണച്ച സാഹചര്യം ഇന്ത്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷമായ ഹിന്ദു, സിഖ് വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലെത്താൻ സൗകര്യമൊരുക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. കാബൂൾ വിമാനത്താവളത്തിൽ നിന്നുള്ള വാണിജ്യ വിമാന സർവീസ് നിർത്തിവെച്ചത് ഒഴിപ്പിക്കൽ നടപടിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ആശങ്കാകുലരാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ അഫ്ഗാൻ സ്വദേശികൾ. താലിബാൻ രാജഭരണം ഏറ്റെടുത്തതോടെ പഠനം അനിശ്ചിതത്വത്തിലാകുമോ എന്നും ഇവർക്ക് ആശങ്കയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളാണ് കുസാറ്റിൽ പഠിക്കുന്നത്. 3 പേർ അടുത്തിടെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. കുസാറ്റിലെ ഇന്റർനാഷണൽ ഹോസ്റ്റലിൽ സുരക്ഷിതമായി ഇരിക്കുമ്പോഴും ഇവരുടെ മനസ്സ് നിറയെ നാട്ടിലുള്ള ബന്ധുക്കളെക്കുറിച്ചുള്ള ആശങ്കകളാണ്. സഹപാഠികളോട് ഇവരത് പങ്കുവെക്കുകയും ചെയ്യുന്നു. നാട്ടിലെത്തിയാൽ പഠനം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയുള്ളവരുമുണ്ട്. അപ്പോൾ പോയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവിടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇവിടെ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനോ ഇനിയിപ്പോൾ പരീക്ഷകൾ വരികയാണെങ്കിൽ ആ പരീക്ഷകൾ എഴുതുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ഇവർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ആലോചിക്കുന്നത്. പൂർണ്ണമായും സ്കോളർഷിപ്പോടെയാണ് വിദ്യാർത്ഥികളുടെ പഠനം. അഫ്ഗാനിസ്ഥാനിലുണ്ടാവുന്ന ഭരണമാറ്റം ഇവരുടെ പഠനത്തെ ബാധിക്കാത്ത വിധം സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SFI വൈസ് ചാൻസലർക്കടക്കം കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ചിങ്ങം പിറന്നു. ഇന്ന് ചിങ്ങം 1. മലയാളിക്ക് പുതുവർഷ പിറവിയും കർഷക ദിനവുമാണ് ചിങ്ങമാസാരംഭം. കോവിഡ് മഹാമാരിയിൽ നിറങ്ങൾ മങ്ങിപ്പോയ രണ്ടാമത്തെ ഓണനാളുകൾ കൂടിയാണിത്. കർക്കിടകവും രാമായണശീലുകളും പെയ്തൊഴിഞ്ഞു. നടുമുറ്റവും നാട്ടുവഴികളും പൂവണിഞ്ഞു. മലയാളിക്കിനി നെന്മണികൾ പറന്നിറക്കുന്ന കാലം. മുക്കുറ്റിയും തുമ്പയും കൃഷ്ണകിരീടവുമൊക്കെ ഇത്തവണ കർക്കിടകം മായും മുൻപേ തിരുമുറ്റങ്ങളിൽ എത്തിയിരുന്നു. കർക്കിടകത്തിൽ തന്നെ അത്തവും എത്തി. സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ ഉത്സവമായ ഓണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും. പൂവിളി കേൾക്കാൻ മലയാളികൾ ഇത്തവണയും പാകമായിട്ടില്ല. 2 പ്രളയങ്ങൾ, പാടെ അടച്ചുപൂട്ടിയ കഴിഞ്ഞ ഓണക്കാലം, പാതി തുറന്ന ഇത്തവണത്തെ ഓണം. ഒരു നെടുവീർപ്പിന്റെ അകമ്പടിയോടെയാണ് ചിങ്ങത്തിലേക്ക് ഇത്തവണയും മിഴി തുറന്നത്. ചിങ്ങം 1 കർഷക ദിനമായി പ്രഖ്യാപിച്ചത് അടുത്തിടെയാണ്. വിഷുക്കാലത്ത് വിത്തെറിഞ്ഞ മലയാളി ഓണക്കാലത്ത് വിളവെടുക്കും. വിളഞ്ഞ നെൽക്കതിരുകൾ കൊണ്ട് ഇല്ലം അഥവാ വീടുകൾ നിറയ്ക്കും. പൂമുഖത്ത് അരിമാവ് കൊണ്ടുള്ള കോലമെഴുത്ത്. പാടത്തും പറമ്പിലും പറന്നെത്തുന്ന ഓണത്തുമ്പികൾ. സമൃദ്ധിയുടെ പൊന്നോണത്തിലേക്കാണ് ചിങ്ങം 1 വാതിൽ തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഓണമെത്തിയതോടെ മലയാളികൾക്കായി വസന്തമൊരുക്കി കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തോവാളക്കാർ. ഒരിടവേളയ്ക്ക് ശേഷം പൂവിപണി സജീവമായെങ്കിലും
തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കാരണം മലയാളികൾ എത്താത്തത് കച്ചവടക്കാർക്ക് തിരിച്ചടിയാണ്. ഇത് ഓണവിപണിയെ സാരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. കേരളത്തിന്റെ പൂക്കുടയാണ് തോവാള ഗ്രാമം. എല്ലാ ഓണക്കാലത്തും മലയാളികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഇടം. ഇത്തവണയും തോവാള ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ മലയാളി എത്തുന്നില്ല. മലയാളികളുടെ വീട്ടുമുറ്റത്തെ അത്തപ്പൂക്കളങ്ങളിൽ സ്ഥിരം വിരുന്നുകാരാണ് തോവാള പൂക്കൾ. പൂക്കളങ്ങൾ വർണ്ണാഭമാക്കുന്ന ജമന്തി, വാടാമല്ലി, അരളി തുടങ്ങിയവയൊക്കെ തോവാള മാർക്കറ്റിൽ നിറഞ്ഞിരിക്കുന്നു. തോവാളയിൽ സീസണാണെങ്കിലും കച്ചവടക്കാർ നിരാശയിലാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ളവർക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് തമിഴ്നാട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഓണക്കച്ചവടം തന്നെ അവതാളത്തിലായി. ഓണം கிடையாது. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിനെ തുടർന്ന് മാസങ്ങളോളം അടഞ്ഞുകിടന്നിരുന്ന മാർക്കറ്റ് കഴിഞ്ഞ മാസമാണ് സജീവമായത്. ഓണക്കാലമായിരുന്നു ഇവിടുത്തെ 100ഓളം വരുന്ന കച്ചവടക്കാരുടെ പ്രതീക്ഷ. ரொம்ப போக மாட்டேங்குது, சாதனங்கள் குறைவு அங்கே போகுது. இப்போ இல்லாட்டா போன இதில் மலையாளிகள் வராட்டானாலும் நமக்கு இங்கேருந்து வண்டியில சாதனம் போயிடுச்சு. இப்போ அந்த சாதனம் கூட ரொம்ப குறைவு. നിയന്ത്രണങ്ങൾക്കിടയിലും ചുരുക്കം ചിലരെങ്കിലും പൂവ് തേടി ഇക്കുറിയും തോവാളയിലെത്തിയിട്ടുണ്ട്. തോവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. നമുക്ക് പൂവിന്റെ വിലയുടെ കാര്യത്തിലായാലും എല്ലാത്തിലും നമുക്ക് വളരെ സംതൃപ്തിയാണ് ഇവിടെ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും. പിന്നെ ഓണം എന്ന് പറയുമ്പോഴേക്കും തോവാളയിൽ പൂ വന്നാലല്ലേ നമുക്ക് ഓണമുള്ളൂ. തോവാളയിലെയും പരിസര പ്രദേശങ്ങളിലെയും 1500-ലധികം കുടുംബങ്ങളാണ് പൂവ് വിപണിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത്. ഹരിവിതുരയ്ക്കൊപ്പം എസ് ശരൺ, ന്യൂസ് 18 തോവാള. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രശംസയും പിന്തുണയും ലഭിച്ച ആശ്വാസത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ്. കേരളത്തിനെതിരായി നിരന്തരം കേന്ദ്ര റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നതിനിടെയാണ് മൻസുഖ് മാണ്ഡവ്യ സംസ്ഥാനത്തെ പ്രശംസിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. 3 ആഴ്ചയിലധികമായി രാജ്യത്തെ കോവിഡ് വ്യാപനത്തിൽ പകുതിയോളം കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2 ഘട്ടമായി കേന്ദ്ര സംഘം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയ മാനവും കൽപ്പിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിത പിന്തുണയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയിൽ നിന്ന് സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത്. അടിയന്തര കോവിഡ് പ്രതിരോധത്തിനായി കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും 1 കോടി രൂപ വീതം അനുവദിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓണക്കാലത്ത് കോവിഡ് വ്യാപന തോത് കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. केरला सहित सभी राज्यों को वैक्सीनेशन डे बाय डे हम बढ़ा रहे हैं और अगले दिनों में केरला को भी विशेष वैक्सीन दिया जाएगा जो केरला गवर्नमेंट को कोविड के सामने लड़ने में बहुत उपयोगी होगा. വാക്സിനേഷൻ കാര്യക്ഷമമായി നടപ്പാക്കിയതിലും കോവിഡ് മരണനിരക്ക് കുറച്ചതിലും സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സജ്ജീകരണങ്ങളിലും അദ്ദേഹം തൃപ്തി രേഖപ്പെടുത്തി. കേരളത്തെ നിരന്തരം വിമർശിച്ചിരുന്ന സംസ്ഥാന ബിജെപി നേതൃത്വവും ഇതോടെ താൽക്കാലികമായെങ്കിലും കോവിഡ് കാര്യത്തിൽ മൗനം പാലിക്കേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വ്യാപനം തുടരുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് സന്ദർശനം നടത്തും. ഗുവാഹത്തിയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയേക്കും. രോഗബാധ ഈ നിലയിൽ തുടർന്നാൽ 3ാം തരംഗമുണ്ടായാൽ സ്ഥിതി നിയന്ത്രണാതീതമാകുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. മണിപ്പൂരിലെ അതിവേഗ രോഗവ്യാപനത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനാകാത്തതും ആശങ്കാജനകമാണ്. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കുള്ള പ്രവേശന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട് MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യ ഡോസ് വാക്സിൻ എടുത്തവരും 72 മണിക്കൂറിനകമെടുത്ത RT-PCR ഫലവുമായി വരണമെന്ന നിബന്ധന ചോദ്യം ചെയ്താണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഹർജി നൽകിയിരിക്കുന്നത്. 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവരും RT-PCR സർട്ടിഫിക്കറ്റുമായി എത്തിയാലേ കടത്തിവിടുകയുള്ളൂ. കർണാടക സർക്കാരിന്റെ ഈ നടപടി ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു.
പെഗസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നലെ ഹർജികൾ പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പെഗസസ് വാങ്ങിയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും എന്തുകൊണ്ടാണ് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതെന്നും കോടതി ചോദിച്ചിരുന്നു. പറയാനുള്ളത് മുഴുവൻ സത്യവാങ്മൂലത്തിൽ വിശദമാക്കാനും നിർദ്ദേശിച്ചു. അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയുമോ എന്ന് ഇന്നറിയിക്കാനും സോളിസിറ്റർ ജനറലിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹരിത വിവാദത്തിൽ MSF പ്രസിഡന്റിനെതിരെ സംഘടനയ്ക്കുള്ളിൽ പടയൊരുക്കം. പ്രസിഡന്റ് PK നവാസിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ രംഗത്തെത്തി. അതേസമയം വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹരിത നേതാക്കൾ. ഹരിത വിവാദത്തിൽ പരിഹാരം അകലുമ്പോഴാണ് സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ MSF ഭാരവാഹികൾ രംഗത്തെത്തിയത്. MSF സീനിയർ വൈസ് പ്രസിഡന്റ് AP അബ്ദുസമദ് ഹരിതയെ പിന്തുണച്ച് രംഗത്തെത്തി. വനിതകൾ നേരിടുന്ന പ്രയാസം നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന സമദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹരിത ഉന്നയിച്ച പ്രശ്നങ്ങൾ ശരിവെക്കുന്നതാണ്. ഹരിത നേതാക്കൾക്കെതിരായ നവാസ് പക്ഷക്കാരനായ മലപ്പുറത്തെ MSF പ്രസിഡന്റിന്റെ ഓഡിയോ സന്ദേശത്തെ സമദ് ചോദ്യം ചെയ്യുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് ആബിദ് ആറങ്ങാടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നവാസിനൊപ്പം നിൽക്കുന്ന ലീഗ് നേതൃത്വത്തെ കൂടി ചോദ്യം ചെയ്യുന്നതാണ്. നാറിയവനെ പേറിയാൽ പേറിയവൻ നാറുമെന്ന പ്രയോഗം നേതൃത്വത്തിനുള്ള വിമർശനം തന്നെ. MSF തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷഫീഖ് ഷാജഹാനും ഹരിതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. നേരത്തെ MSF പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PK നവാസിനെ സാദിഖ് അലി തങ്ങൾ നാമനിർദ്ദേശം ചെയ്തത് മുതൽ തന്നെ സംഘടനയ്ക്കുള്ളിൽ തർക്കമുടലെടുത്തിരുന്നു. അന്ന് പ്രതിഷേധിച്ച MSF നേതൃത്വത്തിലെ ഒരു വിഭാഗത്തെ MK മുനീർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ശാന്തരാക്കിയെങ്കിലും സാദിഖ് അലി തങ്ങളുടെ തീരുമാനമാണ് സംഘടനയിൽ നടപ്പായത്. പിന്നീട് ഹരിതയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഉയർന്ന തർക്കമാണ് ഒടുവിൽ വനിതാ കമ്മീഷനിലെ പരാതിയിലെത്തി നിൽക്കുന്നത്. ലീഗ് നേതൃത്വം കടുത്ത സമ്മർദ്ദം പ്രയോഗിച്ചെങ്കിലും പരാതിയിൽ നിന്ന് പിന്മാറാൻ ഹരിത തയ്യാറായിട്ടില്ല. ലീഗ് നേതൃത്വം നടപടിക്കൊരുങ്ങുകയാണെങ്കിൽ നിയമ നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് ഹരിത തീരുമാനം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ബെവ്കോ ചില്ലറ വിൽപ്പനശാലകളിൽ മദ്യം ഇനി ഓൺലൈനായി ബുക്ക് ചെയ്യാം. പരീക്ഷണാടിസ്ഥാനത്തിൽ 2 ഔട്ട്ലെറ്റുകളിൽ ഇന്നു മുതൽ പദ്ധതി നടപ്പിലാക്കും. മദ്യവിൽപ്പനശാലകളിലെ തിരക്കൊഴിവാക്കാനാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം പഴവങ്ങാടി, കോഴിക്കോട് പാവമണി എന്നീ ഔട്ട്ലെറ്റുകളിൽ ഇന്നു മുതൽ മദ്യം ഓൺലൈനായി ബുക്ക് ചെയ്യാം. booking.ksbc.co.in എന്ന ലിങ്ക് വഴിയാണ് ബുക്കിംഗ് നടത്തേണ്ടത്. ഉപഭോക്താക്കൾക്ക് വേണ്ട മദ്യം തിരഞ്ഞെടുത്ത് ഓൺലൈനായി പണമടയ്ക്കണം. തുടർന്ന് മൊബൈലിൽ ലഭിക്കുന്ന റഫറൻസ് നമ്പറും മദ്യം കൈപ്പറ്റേണ്ട സമയവും അടങ്ങിയ SMS കാണിച്ച് മദ്യം വാങ്ങാം. ഈ സൗകര്യം ബെവ്കോയുടെ എല്ലാ ചില്ലറ വിൽപ്പനശാലകളിലും ഉടൻ ലഭ്യമാകും. സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ksbchehelp@gmail.com എന്ന വിലാസത്തിൽ പരാതിപ്പെടാമെന്നും ബിവറേജ് കോർപ്പറേഷൻ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ തീയതിയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഫെബ്രുവരി ആദ്യവാരം എറണാകുളത്ത് സംസ്ഥാന സമ്മേളനം നടത്താനാണ് ധാരണ. പാർട്ടി മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കുമുള്ള അച്ചടക്ക മാർഗരേഖ ഇന്നലെ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചിരുന്നു. പാർട്ടിക്കും ജനങ്ങൾക്കും അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മന്ത്രിമാരുടെയോ പാർട്ടി അംഗങ്ങളുടെയോ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന് മാർഗരേഖ നിർദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വീഴ്ചകൾ അന്വേഷിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ സമ്മേളനങ്ങൾക്ക് മുൻപ് പരിഗണിക്കണമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ രുദ്രാക്ഷമാലയിലെ സ്വർണം കാണാതായ സംഭവത്തിൽ പോലീസ് മോഷണത്തിന് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പഴയ മേൽശാന്തിമാരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. തിരുവാഭരണമാലയിലെ സ്വർണം പൊതിഞ്ഞ മുത്തുകൾ കാണാതായ സംഭവം ഒടുവിൽ ക്രിമിനൽ കേസ് നടപടികളിലേക്ക് കടക്കുകയാണ്. ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയ ദേവസ്വം വിജിലൻസ് SPയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് തീരുമാനം. ഏറ്റുമാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പഴയ മേൽശാന്തിമാരുടെ മൊഴി രേഖപ്പെടുത്തും. ദേവസ്വം രേഖ പ്രകാരം 23 ഗ്രാം സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയിലെ മുത്തുകളാണ് കാണാതായത്. 3 ഗ്രാം സ്വർണം കുറഞ്ഞതായാണ് ദേവസ്വം ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ രുദ്രാക്ഷമാല ഉണ്ട് സാധനം, പക്ഷേ 20 ഗ്രാമേ കാണത്തുള്ളൂ. ഏകദേശം 20 ഗ്രാമേ ഉള്ളൂ. അത് 72 മുത്തോട് കൂടിയതാണ്. ഒരു സ്വർണം കെട്ടിയൊരു മാല എന്ന തൊണ്ടത്. അത് മാത്രമേ ഇപ്പോൾ നോക്കിയുള്ളൂ. ബാക്കിയുള്ള 3 ഗ്രാമിൻ്റെ വ്യത്യാസമാണ് കാണുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള മാല പൊട്ടിപ്പോയതോ വിളക്കി ചേർത്തതോ ആയി പരിശോധനയിൽ വ്യക്തമല്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പഴയ മാല മാറ്റിയതാണോ എന്ന സംശയം ഉയരുന്നത്. അതുകൊണ്ടാണ് മോഷണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. മേൽശാന്തിമാരെല്ലാം കാസർഗോഡ് സ്വദേശികളായതിനാൽ അന്വേഷണം വൈകാൻ സാധ്യതയുണ്ട്. ന്യൂസ് 18 കോട്ടയം.